നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വന്നതോടെ PV അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രവും ചർച്ചയാകുകയാണ്. പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് അൻവർ വരുന്നത്. കോൺഗ്രസിൽ നിന്ന് തുടങ്ങി DICയിലെത്തി. അവിടെ നിന്നും പുറത്തുപോയി സ്വതന്ത്രനായി മത്സരിച്ചാണ് ഒടുവിൽ അൻവർ ഇടതുപാളയത്തിലെത്തുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച CPI സ്ഥാനാർത്ഥിയെ തള്ളി CPM അൻവറിനെ രഹസ്യമായി പിന്തുണച്ച ചരിത്രവുമുണ്ട്. അന്ന് സ്വതന്ത്രനായി മത്സരിച്ച അൻവർ 2ാം സ്ഥാനത്തെത്തി. CPM പാലം വലിച്ചതോടെ CPI സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും 2700 വോട്ടുകൾ മാത്രമായിരുന്നു. BJPക്ക് പിന്നിൽ 4ാം സ്ഥാനമായിരുന്നു CPI സ്ഥാനാർത്ഥി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു താമസിച്ച എടവണ്ണ ഒതായിലെ പുത്തൻ വീട്ടിലാണ് അൻവറിന്റെ ജനനം. വല്ലിപ്പ മുഹമ്മദ് ആജിയും പിതാവ് PV ഷൗക്കത്ത് അലിയും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. ഷൗക്കത്ത് അലി ദീർഘകാലം AIC അംഗമായിരുന്നു. 1962 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേരി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൗക്കത്ത് അലി. മുസ്ലിം ലീഗ് സ്ഥാപക പ്രസിഡന്റ് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ആയിരുന്നു എതിരാളി. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോഴാണ് ജവഹർലാൽ നെഹ്റു പുത്തൻ വീട്ടിൽ തറവാട്ടിൽ താമസിച്ചത്. കോൺഗ്രസ് പിളർന്ന് സംഘടനാ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ഷൗക്കത്ത് അലി സംസ്ഥാന ട്രഷററായി. കോൺഗ്രസിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അൻവർ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വയലാർ രവിയുടെയും K സുധാകരന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിൽ 4ാം ഗ്രൂപ്പ് സജീവമായിരുന്ന കാലത്ത് അതിന്റെ യുവ നേതാവായിരുന്നു. പിന്നീട് കരുണാകരനും മുരളീധരനുമൊപ്പം DICയിലേക്ക് ചേക്കേറി. കരുണാകരനും മുരളീധരനും കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോഴും തിരികെ പോകാൻ അൻവർ കൂട്ടാക്കിയില്ല. പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയ അൻവർ അങ്ങനെ 2011 ഏറനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലും PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2016 നിലമ്പൂരിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് 3 പതിറ്റാണ്ടോളം നീണ്ട UDF കുത്തക അവസാനിപ്പിച്ച് സീറ്റ് പിടിച്ചെടുത്തു. ആര്യാടൻ ഷൗക്കത്തിനെയാണ് തോൽപ്പിച്ചത്. 2021 വിജയം ആവർത്തിച്ചതോടെ അൻവറിന് പാർട്ടി അണികൾക്കിടയിൽ ഹീറോ പരിവേഷമാണ് ലഭിച്ചത്. 2019 പൊന്നാനി മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു.